ഇന്ത്യയുടെ പാർലമെൻറ്റ് ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷം ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ 18ാം ലോകസഭയുടെ തുടക്കം മുതൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇന്ത്യയിൽ മാത്രമുള്ളവരല്ല, ലോകത്തുള്ള എല്ലാവരും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. വളരെ ദുർബലമായ ഒരു പ്രതിപക്ഷമായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളിലായി ഇന്ത്യയിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് പൊടുന്നനവേ ഒരു മാറ്റമുണ്ടായി. അതിശക്തമായ ഒരു പ്രതിപക്ഷത്തോടു കൂടിയാണ് 18ാം ലോക്സഭ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത്. തുടങ്ങിയ ദിവസം മുതൽ പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റതിന് ശേഷം പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി, പ്രതിപക്ഷ ഭാഗത്തുള്ള കക്ഷികളുടെ പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വളരെ ശക്തമായി തൻ്റെ സാന്നിധ്യം തുടക്ക ദിവസങ്ങളിൽ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അവിടെ സത്യപ്രതിജ്ഞ, പാർലമെൻറ്റ് അംഗങ്ങളുടെ ചുമതലയേൽക്കൽ തുടങ്ങിയത് മുതൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് 18ാം ലോക്സഭയിൽ നമ്മളെല്ലാവരും കണ്ടത്. അതിനെ തുടർന്നാണല്ലോ പ്രസിഡൻറ്റിൻ്റെ, രാഷ്ട്രപതിയുടെ പ്രസംഗവും അതിനെ തുടർന്നുള്ള ചർച്ചയും. അവിടെയൊക്കെ വളരെ ശക്തമായി ആഞ്ഞടിച്ച് 2.5 മണിക്കൂറോളമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതുപോലെ മറുപടി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദിയും നടത്തിയത്. അപ്പോൾ തന്നെ അതിൻ്റെ സന്ദർഭത്തിൻ്റെ ഗൗരവം അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശ്രീമാൻ രാഹുൽ ഗാന്ധി വർദ്ധിത വീര്യത്തോടുകൂടി ഇന്ത്യ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തി. അതോടൊപ്പം തന്നെ BJPയുടെ പൊയ്മുഖം തുറന്നു കാട്ടുന്ന രീതിയിൽ വളരെ ഗൗരവമായ രീതിയിൽ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പലപ്പോഴും തക്കതായ ഉത്തരം നൽകാൻ കഴിയാതെ ഭരണപക്ഷത്തുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന സന്ദർഭങ്ങളും നാം കാണുകയുണ്ടായി. മന്ത്രിസഭയിലെ കരുത്തുറ്റ മുൻനിര നേതാക്കളായിട്ടുള്ള ശ്രീ അമിത്ഷാ, അതുപോലെ തന്നെ JP നഡ്ഡ തുടങ്ങിയതായിട്ടുള്ള മന്ത്രിമാരൊക്കെ രാജ്നാഥ് സിംഗ്, ഇവരൊക്കെ എഴുന്നേറ്റ് നിന്ന് നരേന്ദ്രമോദിയെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായത് നാം എല്ലാവരും കണ്ടതാണ്. അപ്പോൾ എത്ര ശക്തമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആഞ്ഞടി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല പ്രശ്നങ്ങൾ, രാജ്യത്തെ തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ, വർഗീയ പ്രീണനം തുടങ്ങിയതായിട്ടുള്ള ഗൗരവമായ വിഷയങ്ങൾ, അതുപോലെ ഫലകരമായ ചർച്ചയില്ലാതെ പാർലമെൻറ്റിൽ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് 17ാം ലോക്സഭയിലും 16ാം ലോക്സഭയിലും പാസാക്കിയ ചില നിയമങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും മുഖ്യമായ, ഇന്ത്യയിൽ വളരെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മണിപ്പൂരിലെ കലാപം. അത് തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. ഇന്നും അത് ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം മണിപ്പൂരിലെ കലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് ഒരു വംശീയ കലാപമാണ് എന്നൊക്കെ പറഞ്ഞതിനെ ദിശ മാറ്റി വിടാനായി ഭരണപക്ഷം BJP ബോധപൂർവം കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുക്കികൾ, മെയ്ത്തികൾ എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ വർഷങ്ങളായി നിൽക്കുന്ന വൈരം കടുത്ത പൊട്ടിത്തെറിയിലേക്കും അനേക ആളുകളുടെ മരണത്തിലേക്കും കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളുടെ നഷ്ടത്തിലേക്കുമൊക്കെ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും ആ വടക്ക് കിഴക്കൻ മേഖല അസ്വസ്ഥ മേഖലയായിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു, ആക്രമണങ്ങൾ നടക്കുന്നു, ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, നിസ്സഹായരായിട്ടുള്ള ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാതെ ഇരിക്കുന്നു. ആകെ കൂടെ സമാധാനമില്ലാത്ത ഒരു പ്രദേശമായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല ആയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായി ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചും വളരെ ഹൃദയസ്പർശിയായി ബഹുമാന്യായ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. അവിടെ ഒന്നും കാര്യമായി പ്രതിരോധിക്കാൻ അമിത്ഷായ്ക്കാകട്ടെ
നരേന്ദ്രമോദിക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരിതാപകരമായ അവസ്ഥ. ലോക്സഭയിൽ മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് മറുപടി പ്രസംഗത്തിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരക്ഷരം പറയാനുണ്ടായിരുന്നില്ല എന്നത് അത്യന്തം ഖേദകരമായൊരു സംഗതിയാണ്. ഇത്രയും ഒക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മണിപ്പൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം നാളിതുവരെ ആ കലാപബാധിത പ്രദേശം സന്ദർശിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് എത്ര ഖേദകരമായ ഒരവസ്ഥയാണ്. അതിന് മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് ബാധ്യതയില്ലേ? അമിത്ഷാ 1-2 വട്ടമൊക്കെ പോയി അവിടെ ചുറ്റിക്കറങ്ങി ചില ചർച്ചകളൊക്കെ നടത്തി പോന്നെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണല്ലോ. അദ്ദേഹം കഴിഞ്ഞ 10 വർഷങ്ങളായി ഏതാണ്ട് 89 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ശതകോടികൾ നികുതിദായകൻ്റെ പണം ചെലവഴിച്ചായി രേഖകളുണ്ട്. എന്തുകൊണ്ട് ഈ ഡൽഹിയിൽ നിന്ന് 2-3 മണിക്കൂറുകൾ കൊണ്ട് എത്താവുന്ന മണിപ്പൂരിൽ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്താൻ പോകുന്നില്ല? ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. ലോക്സഭയിൽ അദ്ദേഹം 2.5 മണിക്കൂർ നീണ്ടുനിന്ന മറുപടി പ്രസംഗം പറഞ്ഞപ്പോഴും ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മണിപ്പൂർ വിഷയത്തിൽ കമ എന്നൊരക്ഷരം ഫലകരമായ മറുപടി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന ദുസ്ഥിതിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ സംഗതി പോക്ക് ശരിയല്ല. BJPക്ക് അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ട് വരും. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കത്ര സുഗമമല്ല. ശക്തമായ പ്രതിപക്ഷം ഈ 18ാം ലോക്സഭയിലുണ്ട്. അതോടൊപ്പം തന്നെ കേവല ഭൂരിപക്ഷമില്ലാതെയാണ് തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിന്തയൊക്കെ വന്നപ്പോൾ ചെറുതായി മനസ്സ് ആടിത്തുടങ്ങി ശ്രീമാൻ നരേന്ദ്രമോദിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ലോക്സഭയിൽ മറുപടി പറഞ്ഞപ്പോൾ നിശബ്ദത ആ വിഷയത്തെക്കുറിച്ച് പാലിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിനുണ്ടായ ഉൾക്കാഴ്ചയാണ് രാജ്യസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് പരാമർശിക്കാൻ നിർബന്ധിതനായി. അദ്ദേഹം പറഞ്ഞു, അവിടെ കലാപം നടക്കുന്നുണ്ട്, ശരിയാണ്. അത് എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട്, നിയമപരമായ രാഷ്ട്രീയമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടും എന്ന് അദ്ദേഹം രാജ്യസഭയിൽ പറയുകയുണ്ടായി. തീർച്ചയായും രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹത്തെ പറയിച്ചതാണ് പ്രതിപക്ഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഇനിയും ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമല്ല. ഇന്ത്യയുടെ അഖണ്ഡത നിലനിർത്തുന്നതിന് വംശീയ കലാപമോ അല്ലെങ്കിൽ വർഗീയ കലാപമോ ആണെങ്കിൽ അടിച്ചമർത്താൻ അധികാരമുള്ള പ്രധാനമന്ത്രിക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. അത് പറയാതെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിൽക്കക്കള്ളിയില്ലാതെ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് കണ്ടപ്പോൾ ഒരളവ് വരെ ഭയപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ അദ്ദേഹം തന്ത്രപരമായി മറുപടി പറയേണ്ടതായിട്ട് വന്നു. അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഏതായാലും 18ാം ലോക്സഭയിൽ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും ഒഴിവു കഴിവുകൾ പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് കരുതേണ്ടതില്ല. അതിൻ്റെ വ്യക്തമായ സൂചനകൾ അതിശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകളുണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഗൗരവത്തോടുകൂടിയുള്ള ചർച്ചകൾ പാർലമെൻറ്റിൻ്റെ വേദികളിൽ ഉണ്ടാകും. അതിൻ്റെ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഫലകരമായ ചർച്ചകളും ഫലകരമായ തീരുമാനങ്ങളും ഉണ്ടാകും. അതുണ്ടാകണം എന്ന് തന്നെയാണ് 140 കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും.